ഒന്ന് സാമുവേൽ 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാൻ ഇതാ. അവൻ ഏലിയുടെ അടുക്കലേക്ക് ഓടി. അങ്ങെന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം സാമുവേലിനെ വിളിച്ച ഭാഗമാണിത്. ദൈവം സംസാരിച്ച സമയമാണ്. ദൈവം സംസാരിച്ചപ്പോൾ അതിനെ ഗൗരവത്തോടെ കണ്ടതാണ് സാമുവേലിൻ്റെ മേൽ ദൈവാനുഗ്രഹം വരാൻ കാരണമായത്. ഒരുപക്ഷെ നമ്മളോടൊക്കെ ദൈവം എത്രയോ പ്രാവശ്യം സംസാരിച്ചിരിക്കുന്നു. പല വ്യക്തികൾ, അവസരങ്ങൾ മുഖേന. പക്ഷേ നമ്മൾ ഇതൊന്നും കാര്യമാക്കി എടുത്തില്ല. സാധാരണയായി ഒരു കാര്യമായി അതിനെ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പല അനുഗ്രഹങ്ങളുടെ വാതിൽ അടഞ്ഞുപോയത്. സാമുവേലിനെ ദൈവം വിളിച്ചപ്പോൾ ആ വിളിയോട് സാമുവേൽ പ്രതികരിച്ചു. ആ വിളിയെ സാമുവേൽ കാര്യമായി കണ്ടു. അതിനെ ഒട്ടും തള്ളിക്കളഞ്ഞില്ല. അതുകൊണ്ടാണ് സാമുവേൽ ഒരു വലിയ അനുഗ്രഹത്തിൽ എത്തിച്ചേർന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവം സംസാരിക്കുന്ന സമയമാണ്. അത് ഗൗരവത്തോടെയാണ് കാണേണ്ടത്. ദൈവം എന്നോട് സംസാരിക്കുന്നു. ഇത് ഗൗരവത്തോടെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? നിന്നെ തേടി അനുഗ്രഹങ്ങൾ വരും. കാലങ്ങളിൽ വരും. കാരണം ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ചവരെ, അവരെ തേടി വന്ന ദൈവിക ഭാഗ്യമുണ്ട്, അനുഗ്രഹമുണ്ട്. സാമുവേലിൻ്റെ ഈ വചനം വായിക്കുമ്പോൾ തൊട്ടുമുകളിൽ എഴുതിയിട്ടുണ്ട്, സാമുവേൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന് അരികെ കിടക്കുമായിരുന്നു എന്ന്. വിളി കേട്ട ഉടനെ അദ്ദേഹം പെട്ടെന്ന് എണീറ്റു. ദൈവം സംസാരിക്കുമ്പോൾ അതിനെ കാര്യ ഗൗരവത്തോടെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? ദൈവം നിങ്ങളെ ഒരിക്കലും അനുഗ്രഹിക്കാതിരിക്കില്ല. ഒരിക്കലും ദൈവം നിങ്ങളെ തള്ളിക്കളയില്ല. മനുഷ്യർ, ഈ ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവം തന്നെ സൂക്ഷിക്കുന്നതും കരുതുന്നതും വ്യക്തിപരമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവവചനത്തെ കാര്യ ഗൗരവമായി കാണുന്ന നിങ്ങളെ തേടി വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, ചില നന്മകളുണ്ട്. നിങ്ങൾ ഒരു അനുഗ്രഹത്തിൽ എത്തിച്ചേരും. നിങ്ങൾ ഒരു ഭാഗ്യത്തിൽ എത്തിച്ചേരും. ദൈവത്തിൻ്റെ സ്വരം കേട്ടവരൊക്കെ ഒരു അനുഗ്രഹത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. രോഗങ്ങളിൽ നിന്നും, തീരാ വ്യാധികളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ദൈവം നിന്നെ കരുതട്ടെ. ദൈവം നിന്നെ തീർച്ചയായും സന്ദർശിക്കും.